റുവാണ്ടയിലെ കിനിഗി എന്ന പ്രദേശത്താണ് ഇപ്പോൾ ഞാൻ. അവിടുത്തെ ഗൊറില്ല ഗാർഡിയൻസ് വില്ലേജ് എന്ന് പറയുന്ന ഒരു സാംസ്കാരിക കേന്ദ്രത്തിൽ ധാരാളം ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണിത്. അതിന് കാരണം ഇവിടെ ഒരു ട്രഡീഷണൽ റുവാണ്ടൻ ഗ്രാമം ഒരുക്കി വെച്ചിരിക്കുകയാണ്. ആ ഗ്രാമത്തിൽ രാജാവിന്റെ കൊട്ടാരവും ആളുകൾ വസിച്ചിരുന്ന പലതരം കെട്ടിടങ്ങളുമുണ്ട്. കൂടാതെ ഇന്നാട്ടുകാരുടെ ജീവിതചര്യകളും പാരമ്പര്യവുമൊക്കെ പ്രതിഫലിപ്പിക്കുന്ന നിരവധി പ്രദർശനങ്ങളും നടക്കുന്നു. ഇന്നാട്ടുകാരുടെ വിവാഹത്തിൽ വധുവിനെ കൊണ്ടുപോയി ഭർത്താവിന്റെ വീട്ടിലാക്കുന്ന ചടങ്ങ് എങ്ങനെയാണെന്നൊക്കെ കണ്ടിട്ട് ഞാൻ പ്രധാന മൈതാനത്തേക്ക് തിരിച്ചെത്തുമ്പോഴേക്കും മൈതാനത്ത് കുറെ കസേരകൾ നിരത്തിയിരിക്കുന്നു. ഒരു ഭാഗത്ത് കുറെ സംഗീതജ്ഞർ കൊട്ടും പാട്ടും തുടങ്ങി. നോക്കുമ്പോൾ അതിന്റെ നടുക്ക് നിൽക്കുന്നത് എന്റെ കൂടെ ഇവിടേക്ക് വന്ന ഐവാനാണ്. ഗോത്രമൂപ്പൻ വീണ്ടും വന്നു. ഇദ്ദേഹമാണ് ഇവിടുത്തെ താരം. ഒരു വിചിത്ര കഥാപാത്രമാണ്. അല്പം ബിയർ അടിച്ചിട്ടുണ്ടോ എന്ന് സംശയമില്ലാതില്ല. ഇവരുടെ നാടൻ മദ്യമായ ഉഗ്വാഗ അടിച്ചിട്ടാണ് നിൽക്കുന്നതെന്ന് തോന്നുന്നു. കയ്യിലൊരു കുന്തവും ചെറിയ പരിചയമായാണ് പ്രകടനം. അത് ഞാൻ കുറച്ചു നേരം കണ്ടുനിന്നു. ഐവാൻ കൊട്ടുപഠിച്ചത് എങ്ങനെയാണെന്ന് പിന്നീട് എന്നോട് പറഞ്ഞു തന്നു. സ്കൂളിൽ ഐവാൻ ഓപ്ഷണലായിട്ട് ട്രഡീഷണൽ മ്യൂസിക് പഠിച്ചിരുന്നു. സ്കൂളിന്റെ മ്യൂസിക് ടീമിലും അംഗമായിരുന്നു. കൊട്ട് അന്ന് പഠിച്ചതാണ്. നല്ലൊരു കലാകാരൻ കൂടിയാണ് ഐവാൻ. മൂപ്പൻ തകർക്കുകയാണ്. സായിപ്പുമാർ കാഴ്ചകളൊക്കെ കണ്ടങ്ങനെയിരിക്കുന്നു. അവർക്കിത് രസിക്കുന്നുണ്ട്. കാരണം ഇതൊക്കെ ഒറിജിനൽ അവതരണങ്ങളാണ്. ഇവരുടെ വേഷത്തിൽ പുതിയ കാലഘട്ടത്തിലെ ചേരുവകളുണ്ടെങ്കിലും കൊട്ടും നൃത്തവുമെല്ലാം പാരമ്പര്യമായി കൈമാറിയെത്തിയതാണ്. ഇവരുടെ ക്ലാസിക്കൽ ആർട്ട് ഫോംസ്. കൃത്യമായ ചുവടുകളും ചലനങ്ങളുമൊക്കെ ഇതിനുണ്ട്. ഉമുദിഹോ എന്ന നൃത്തമാണിത്. സ്ത്രീകളും പുരുഷന്മാരും ചേർന്ന് അവതരിപ്പിക്കുന്ന നൃത്തം. ആഘോഷവേളകളിൽ എല്ലാവരും സന്തോഷവാന്മാരാണെന്ന് ഉറപ്പുവരുത്താനാണത്രേ ഈ നൃത്തം അവതരിപ്പിക്കുന്നത്. മാസങ്ങളോളം പരിശീലിച്ചു മാത്രമേ സംഘമായി ഉമുദിഹോ അവതരിപ്പിക്കാനാവൂ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ നർത്തകർ തന്നെയാണ് ഇവിടുത്തെ സ്ഥിരം ജോലിക്കാരും എന്നതാണ്. ഇവർ തന്നെയാണ് നേരത്തെ ഇവരുടെ കൾച്ചറൽ പ്രവർത്തനങ്ങളും ദൈനംദിന ജീവിതത്തിലെ പ്രവർത്തനങ്ങളുമൊക്കെ പ്രദർശിപ്പിച്ചത്. പല സ്ഥലങ്ങളിലിരുന്ന് കൊട്ടയും വട്ടിയും നെയ്തിരുന്നതും ബിയർ ഉണ്ടാക്കുകയും പച്ചമരുന്ന് കാണിച്ചു തരികയും ഇരുമ്പുപണി എടുക്കുകയും ചെയ്തത് ഇവരൊക്കെ തന്നെയാണ്. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും നർത്തകർ സായിപ്പുമാരെയും കൂടി വിളിച്ചുകൊണ്ടുപോയി. ഇത് എല്ലാ കൾച്ചറൽ സെന്ററിലുമുള്ള ഒരു പ്രധാന പരിപാടിയാണ്. സന്ദർശകരെ കൂടി വിളിച്ച് നൃത്തം ചെയ്യിക്കുക അല്ലെങ്കിൽ പാട്ടുപാടിക്കുക എന്നത്. സായിപ്പുമാർ എവിടെ ചെന്നാലും യാതൊരു സഭാകമ്പവുമില്ലാതെ നൃത്തമാടുകയോ പാട്ടുപാടുകയോ ചെയ്യും. അവരത് ശരിക്കും ആസ്വദിക്കുന്നുണ്ട്. നമ്മുടെ ടൂറിസം കേന്ദ്രങ്ങളിൽ കേരളത്തിന്റെ സംസ്കാരവും പാരമ്പര്യവും കലാരൂപങ്ങളും 1-2 മണിക്കൂർ കൊണ്ട് മൊത്തം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന സംവിധാനങ്ങൾ വേണം. അല്ലാതെ അവിടെ ഇരുന്ന് കഥകളിയും മറ്റും പൂർണ്ണമായി കാണാൻ ആർക്കും നേരമുണ്ടാവില്ല. കഥകളിയും നമ്മുടെ മറ്റെല്ലാ കലാരൂപങ്ങളും കുറേശ്ശെ കാണിച്ച് 1 മണിക്കൂർ കൊണ്ട് ഷോ തീരുന്ന വിധത്തിൽ ക്രമീകരിക്കണം. അതുപോലെ കേരളത്തിലെ ദൈനംദിന ജീവിതം, സംസ്കാരം ഇതൊക്കെ കാണിക്കണം. അടുത്തതായി വേട്ടക്കാരുടെ ഭാവത്തിൽ കുറച്ച് നർത്തകർ ഇവിടെയെത്തി. സിംഹത്തിന്റെ കുഞ്ചിരോമമാണ് പ്രതീകാത്മകമായി അവർ തലയിൽ അണിഞ്ഞിരിക്കുന്നത്. സിംഹവേട്ട നടത്തിയവരുടെ കിരീടമാണ് ശരിക്കു പറഞ്ഞാൽ അത്.
ഇൻഡോറെ എന്നാണ് ഈ നൃത്തത്തിന്റെ പേര്. യുദ്ധവീരന്മാരുടെ നൃത്തം എന്ന നിലയിൽ പുരാതന കാലം മുതൽ റുവാണ്ടയിൽ പ്രചാരമുള്ളതാണ് ഇത്. സ്ത്രീകൾക്ക് ഈ നൃത്തം നിഷിദ്ധമാണ്. അത് കഴിഞ്ഞപ്പോഴേക്കും ഒരു അവതാരകനെത്തി എല്ലാവർക്കും നന്ദി പറഞ്ഞു. അവിടെ ഇരുന്ന് എല്ലാവർക്കും ഫോട്ടോ എടുക്കാനുള്ള അവസരവും ഉണ്ടായിരുന്നു. പരിപാടി കഴിഞ്ഞു. ഇവിടുത്തെ ഗൈഡായ ബോസ്കോ എന്നെ ചില സുവനീർ കടകളൊക്കെ കാണാൻ ക്ഷണിച്ചു. അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങുന്നത് ഇവർക്ക് പ്രയോജനമാകും. ഇവർക്ക് മാത്രമല്ല, ആ ഹാൻഡിക്രാഫ്റ്റ്സ് ഉണ്ടാക്കുന്നവർക്കും സഹായകമാകുമെന്ന് പറഞ്ഞു. ഇവിടെ ഗൊറില്ലകളാണ് പ്രധാന വിഷയം. പെയിന്റിങ്ങുകളിലും ശില്പങ്ങളിലുമൊക്കെ പ്രധാന തീം മൗണ്ടൻ ഗൊറില്ലകൾ തന്നെ. മൗണ്ടൻ ഗൊറില്ലകളുടെ പ്രദേശമാണ് ഇവിടം. ഇവിടെ 2-3 സ്ത്രീകളിരുന്ന് കൂടെ നെയ്യുന്നുണ്ട്. ഒരുതരം പുല്ലുകൊണ്ടാണ് അത് നെയ്തെടുക്കുന്നത്. ഈ പരിപാടി നേരത്തെയും ഈ വില്ലേജിൽ മറ്റൊരിടത്ത് ഞാൻ കണ്ടിരുന്നു. കെനിയയിലും ഉഗാണ്ടയിലുമൊക്കെ ഇത്തരം പാത്രങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഗോത്രവടികളുണ്ട് കച്ചവടത്തിന്. ഈ മച്ചിൽ തൂക്കിയിരിക്കുന്നത് മുഴുവൻ ഇവിടെ നെയ്തെടുത്ത പാത്രങ്ങളാണ്. വീടുകളിൽ പഴങ്ങളും മറ്റും വെക്കാവുന്ന പാത്രങ്ങൾ. നല്ല ഈട് നിൽക്കുന്ന ഉൽപ്പന്നമാണ്. കലാപരമായി ഉണ്ടാക്കുന്നുണ്ട് അതൊക്കെ. വേറൊരു ഭാഗത്ത് മരത്തടിയിൽ ഗൊറില്ലകളുടെ ശില്പങ്ങൾ കൊത്തിവെച്ചിരിക്കുന്നു. റഫായിട്ടുള്ള ശില്പങ്ങളാണ്. മൗണ്ടൻ ഗൊറില്ലകളാണ് റുവാണ്ടയിലേക്ക് ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന പ്രധാന ഘടകം. കുറച്ച് സ്ഥലങ്ങളിലേ ഉള്ളൂ മൗണ്ടൻ ഗൊറില്ലകൾ. റുവാണ്ടയോട് ചേർന്ന ഉഗാണ്ടയിലും കുറച്ചുണ്ട്. ഒരു ചെറിയ പാത്രം മാത്രം വാങ്ങി അവിടെ നിന്ന് യാത്ര പറയാൻ ഞാൻ തീരുമാനിച്ചു. ഫ്ലവർ വേസ് പോലുള്ള ചെറിയൊരു കുട്ടയാണ് വാങ്ങിയത്. കുറെ കരകൗശല വസ്തുക്കളുണ്ട് വിൽപ്പനയ്ക്ക്. കെട്ടിടങ്ങളെല്ലാം പണിതിരിക്കുന്നത് ട്രഡീഷണൽ ശൈലിയിലാണ്. അതാണ് അതിന്റെ ഒരു സൗന്ദര്യം. അവിടെ നിന്ന് യാത്ര പറഞ്ഞു. ഐവാൻ ബോസ്കോയ്ക്ക് നന്ദി പറഞ്ഞു. ഞങ്ങൾ അവിടെ നിന്നും മടങ്ങി. വലിയൊരു ക്യാമ്പസ് നിറയെ പുൽക്കെട്ടിടങ്ങൾ. ഈ പ്രദേശത്ത് വന്യമൃഗവേട്ട നടത്തിയിരുന്ന 7 സംഘങ്ങളിൽപ്പെട്ട 40 കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാനാണ് എഡ്വിൻ സാബുഹോറോ എന്ന പ്രകൃതി സ്നേഹി 2005-ൽ ഈ വില്ലേജ് സ്ഥാപിക്കുന്നത്. 1 വർഷത്തിനകം അതിന് ഗുണഫലമുണ്ടായി. വേട്ടക്കാർ നിയമവിരുദ്ധ പ്രവൃത്തികൾ അവസാനിപ്പിച്ച് ഈ വില്ലേജിൽ നിന്ന് ഉപജീവനത്തിനുള്ള വക കണ്ടെത്തി. അതോടൊപ്പം അവരുടെ സാമൂഹിക നിലവാരവും ഉയർന്നു. ടൂറിസ്റ്റുകളുടെ ഓരോ സംഘങ്ങളും വരുന്നതിന്റെ ഇടവേളകളിൽ ഇവരിങ്ങനെ കളിയൊക്കെയായിട്ടിരിക്കും. വളരെ സന്തോഷകരമായ ജീവിതം നയിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഇപ്പോൾ ഈ വില്ലേജിലുള്ളത്. ഞാനും ഐവാനും പുറത്തേക്ക് നടന്നു. ഐവാൻ ഡ്രംസ് വാദനം പോലെയുള്ള കലകളൊക്കെ എങ്ങനെയാണ് പഠിച്ചതെന്നാണ് ഞാൻ ചോദിച്ചത്. സ്കൂളിൽ വെച്ച് പഠിച്ചതാണെന്ന് ഐവാൻ പറയുന്നു. ഇത് കൗബോയ്സ് ആണ്, പശുവിനെ മേയിക്കുന്നവർ. ഗംബൂട്ടൊക്കെ ഇട്ട് അവർ പോകുന്നു. ചുള്ളിക്കമ്പും മണ്ണും കൊണ്ട് ഭിത്തിയുണ്ടാക്കി തകരം മേഞ്ഞ വീടുകൾ. നേരത്തെ ഇതൊക്കെ പുല്ലുമേഞ്ഞതായിരുന്നു. അടുത്ത കാലത്ത് ഗവൺമെന്റ് പുല്ലുമേൽക്കൂര നിരോധിക്കുകയാണ് ചെയ്തത്. കുറഞ്ഞപക്ഷം തകരം മേഞ്ഞിരിക്കണമെന്നതാണ് നിയമം. ഞങ്ങൾ വന്ന വഴിയെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നിടത്തേക്ക് തിരികെ നടന്നു. വൈശാഖ് ഗൊറില്ല ഗാർഡിയൻസ് വില്ലേജിലേക്ക് വന്നിരുന്നില്ല. കുറച്ചു മുൻപ് വില്ലേജിൽ കണ്ട ടൂറിസ്റ്റുകൾ വന്നത് ഈ വണ്ടിയിലാണ്. ഉഗാണ്ടയിലും റുവാണ്ടയിലും താൻസാനിയയിലുമൊക്കെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഓടുന്ന വണ്ടികൾ ഇങ്ങനെയുള്ളതായിരിക്കും. വൈശാഖിന്റെ BYD ഇലക്ട്രിക് കാറിലാണ് ഞങ്ങളുടെ യാത്ര. കഴിഞ്ഞ 2-3 ദിവസം കൊണ്ട് എനിക്ക് ഈ വണ്ടിയോട് ഒരു മതിപ്പ് തോന്നി. കംഫർട്ടബിളായ വാഹനമാണ്. നല്ല മൈലേജ്. ഫുൾ ചാർജിങ്ങിൽ 680 കിലോമീറ്റർ ഓടുന്നുണ്ട്. ഒറ്റ ചാർജിങ്ങിൽ അത്രയും കിലോമീറ്റർ എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അത് കൃത്യമായി കിട്ടുന്നുമുണ്ട്. വിയറ്റ്നാം, ഫ്രാൻസ്, ബെൽജിയം, നെതർലാൻഡ്സ്, മെക്സിക്കോ, ഗ്രീസ്. സഞ്ചാരം വോളിയം നമ്പർ 18. ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 99544422. പോകുന്ന വഴിക്ക് ഗ്രാമത്തിലെ ചില വീടുകൾ കണ്ടു. ഞാൻ വണ്ടി നിർത്തി അവിടെ ഒന്നിറങ്ങി.
മറ്റു പല സ്ഥലങ്ങളിൽ കണ്ടതരം വീടല്ല, മണ്ണുകൊണ്ടുണ്ടാക്കിയ വീട്. അത് ഈ പ്രദേശത്തെ കണ്ടുള്ളൂ. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ മൺകട്ടകൾ കൊണ്ടും മറ്റും പണിത വീടുകളാണ് കണ്ടത്. പിന്നെ സിമന്റ് കട്ടകൾ കൊണ്ടുള്ളതും. ഇവിടെയാണ് ഏറ്റവും പ്രാകൃതമായ ശൈലിയിൽ വീടുകൾ പണിതിരിക്കുന്നത്. ഇരുമ്പിന്റെ വാതിൽ, മേൽക്കൂരയ്ക്കെല്ലാം വ്യത്യാസമുണ്ട്. ചതുരപ്പെട്ടി പോലുള്ള വീട്. മരക്കമ്പുകൾ കൊണ്ട് തലങ്ങും വിലങ്ങും ഫ്രെയിം അടിച്ചിട്ട് അതിൽ മണ്ണു കുഴച്ചു പുരട്ടിയാണ് ഭിത്തിയുണ്ടാക്കിയിരിക്കുന്നത്. റുവാണ്ടയുടെ പല ഭാഗത്തും പല ശൈലിയിലാണ് വീടുകൾ ഞാൻ കണ്ടത്. അടുത്ത പറമ്പിൽ നിന്ന് പ്രത്യേക ശബ്ദം കേട്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെ തടി അറുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ ഒരു 25 കൊല്ലം മുൻപ് ഈ കാഴ്ചയുണ്ടായിരുന്നു. പറമ്പുകളിൽ മരം വെട്ടിയിട്ടിട്ട് ഇങ്ങനെ ഒരാൾ മുകളിലും ഒരാൾ താഴെയും നിന്ന് പലകകൾ അറക്കുന്ന കാഴ്ച. എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, ലോകത്തെവിടെ ചെന്നാലും പരമ്പരാഗതമായ തൊഴിലുകളെല്ലാം ഏതാണ്ട് ഒരേ ശൈലിയിലാണ് എന്നതാണ്. തടി അറക്കുന്നതും നെല്ലുകുത്തുന്നതും ധാന്യം പൊടിക്കുന്നതുമെല്ലാം അങ്ങനെ തന്നെ. ആഫ്രിക്കയിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ആളുകൾ എങ്ങനെയാണ് ഒരേ ശൈലിയിൽ ഒരേ തൊഴിലുകൾ ചെയ്തു തുടങ്ങിയത് എന്നതിലാണ് അത്ഭുതം. കാർഷിക വൃത്തിയിൽ ഉൾപ്പെടെ പല തൊഴിലുകളിൽ ഏർപ്പെടുന്നത്. ആഫ്രിക്കയിലും ലാറ്റിൻ അമേരിക്കയിലെ മായന്മാരുടെയും ഇൻകകളുടെയും ജീവിതത്തിലും നമ്മുടെ കേരളത്തിലുമൊക്കെ എല്ലാം ഏതാണ്ട് സമാനമായിരുന്നു. പരസ്പരം കണ്ടിട്ടുപോലുമില്ലാത്ത മനുഷ്യർ ഉപയോഗിച്ച ടെക്നോളജി ഒരേ വിധമുള്ളതാണ്. മരം അറക്കുന്ന വാളിന്റെ പ്രയോഗവും അതിന്റെ ആകൃതി പോലും സമാനമാകുന്നു. ഇത് ചെറിയ മരമായതുകൊണ്ട് ജോലി താരതമ്യേന എളുപ്പമാണ്. മരമില്ലുകളൊക്കെ വരുന്നതിന് മുൻപ് വണ്ണമുള്ള തടികൾ അറുത്തിരുന്നത് ഇതുപോലെയായിരുന്നു. 100-200 വർഷം മുൻപേ കേരളത്തിലെ തടിവീടുകളെല്ലാം പണിതിരുന്നത് ഇത്തരത്തിൽ മരമറുത്താണ്. ഇപ്പോഴും ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഇത്തരം ജോലികൾ നിലനിൽക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ചെയിൻസോ പോലുള്ളവ ഇപ്പോഴും ഇവിടെയൊന്നും ഉപയോഗിക്കാത്തത് എന്നതിലാണ് എനിക്ക് സംശയം. അവർക്ക് കുറച്ച് പണം കൊടുത്തപ്പോൾ വലിയ സന്തോഷമായി. ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും നടത്തം തുടർന്നു. അങ്ങകലെ അഗ്നിപർവ്വതങ്ങൾ കാണാം, നിഴൽ രൂപങ്ങൾ പോലെ. നേരത്തെ കണ്ട മൺവീടുകൾ മാത്രമല്ല, മോഡേൺ വീടുകളും പുതിയ രീതിയിൽ സിമന്റൊക്കെ ഇട്ട കെട്ടിടങ്ങളും ഇവിടെയുണ്ട്. പക്ഷേ മൺവീടുകളും കാണാം. ഈ മരങ്ങൾക്കിടയിൽ കാണുന്നവയിൽ മണ്ണുകൊണ്ടു പണിത വീടുകളുമുണ്ട്. ചില ജംഗ്ഷനുകളിലേക്ക് എത്തുമ്പോൾ ആളുകൾ പണിസ്ഥലത്ത് നിന്ന് ഉച്ചയോടുകൂടി മടങ്ങുന്നത് കാണാം. ഭക്ഷണം കഴിക്കാൻ പോകുന്നവരായിരിക്കാം. സ്കൂൾ വിട്ടുവരുന്ന കുട്ടികളുമുണ്ട്. ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളാണ് ഇവരൊക്കെ. അങ്ങനെ പോകവെ ഒരു പറമ്പിന്റെ അങ്ങേയറ്റത്ത് പുല്ലുമേഞ്ഞ 2 കൂർമ്പൻ വീടുകൾ കണ്ടു. അതെന്താണെന്ന് നോക്കിയപ്പോൾ ഒരു റിസോർട്ടാണെന്ന് മനസ്സിലായി. എങ്കിൽ അങ്ങോട്ട് തന്നെ വണ്ടി വിടാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഇതാണ് എൻട്രൻസ്. ഇൻഗാഗി പാർക്ക് വ്യൂ ലോഡ്ജ്. മുന്നിൽ മൗണ്ടൻ ഗൊറില്ലയുടെ ഒരു ശില്പം. കൃഷിയിടത്തിന് നടുവിലാണ് റിസോർട്ട്. അഗ്നിപർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണ് ഇവിടം. ഒരു നൊസ്റ്റാൾജിക് ഫീൽ തരുന്ന നിർമ്മിതിയാണ്. കൂപ്പുതോട്ടത്തിലെ പഴയ ബംഗ്ലാവിലേക്ക് ചെല്ലുന്നത് പോലെയുണ്ട്. ഒരു സെക്യൂരിറ്റി വന്ന് ഗേറ്റ് തുറന്നു തന്നു. ഞങ്ങൾ പാർക്കിങ്ങിലേക്ക് വണ്ടി വിട്ടു. ഇവിടെയെല്ലാം കറുത്ത ചരലും കല്ലുമൊക്കെയാണ്. അഗ്നിപർവ്വത ലാവയുടെ പൊടിയാണത്. എത്രയോ നൂറ്റാണ്ട് മുൻപായിരിക്കാം അഗ്നിപർവ്വതം പൊട്ടിയത്. പുല്ലുമേഞ്ഞ് ട്രഡീഷണൽ ശൈലിയിൽ പണിതിരിക്കുന്ന ഒരു കെട്ടിടത്തിന് മുന്നിൽ വണ്ടി നിർത്തി. ഞങ്ങൾ ഇറങ്ങി നടന്നു. ഇതിനകം ഷൂട്ട് ചെയ്യണം. വൈശാഖിന് ചില ബിസിനസ് താല്പര്യങ്ങളുമുണ്ട്. ഇവരുടെ റേറ്റൊക്കെ ഒന്ന് അറിയണം. രസകരമാണ് നിർമ്മിതി. ആഫ്രിക്കൻ ലോഡ്ജുകളും റിസോർട്ടുകളുമൊക്കെ കുറേ ഭാഗങ്ങൾ ട്രഡീഷണൽ ശൈലിയിലാണ് നിർമ്മിക്കുന്നത്. ഇൻഗാഗി പാർക്ക് വ്യൂ ലോഡ്ജിന്റെ ലോഞ്ചും റെസ്റ്റോറന്റുമൊക്കെ ഈ ഭാഗത്താണ്. അവിടെ കുറച്ച് ഗസ്റ്റുകളൊക്കെയുണ്ട്. പരമാവധി മരവും പുല്ലുമൊക്കെ ഉപയോഗിച്ച് ആഫ്രിക്കൻ നാടൻ ശൈലിയിൽ പണിത കെട്ടിടം. ചില റിസോർട്ടുകൾ പൂർണ്ണമായും നാടനായിരിക്കുകയില്ല. ഈ ലോഡ്ജിലെ കോട്ടേജസും മറ്റും കാണിക്കാൻ ഒരു ജീവനക്കാരൻ ഞങ്ങളെ അങ്ങോട്ട് നയിച്ചു. 2014 പ്രവർത്തനം തുടങ്ങിയതാണ് ഈ ലോഡ്ജ്. ലോഡ്ജ് എന്നാണ് പറയുന്നതെങ്കിലും ആധുനികമായ എല്ലാ സൗകര്യങ്ങളുമുള്ള റിസോർട്ട് തന്നെയാണിത്. വിസ്തൃതമായ പറമ്പിൽ വ്യാപിച്ചു നിൽക്കുന്ന റിസോർട്ട്. പണ്ടൊരു കൃഷിയിടമായിരുന്നിരിക്കണം ഇവിടം. നടക്കുന്ന വഴിയെല്ലാം പച്ചപ്പിന്റെ മറകൊണ്ടാണ് വേർതിരിച്ചിരിക്കുന്നത്. ഇതിന്റെ 2 വശത്തേക്കും
ധാരാളം കോട്ടേജുകളുമുണ്ട്. ഓലമേഞ്ഞ കോട്ടേജുകളും മോഡേൺ കോട്ടേജുകളും. ഓലമേഞ്ഞ ഒരു കോട്ടേജ് ഇതാണ്. പിന്നെ ഓടുമേഞ്ഞ കോട്ടേജുകളുമുണ്ട്. പിന്നെ ഇവിടുത്തെ ഏറ്റവും പ്രീമിയം ഫെസിലിറ്റി ഒരു ട്വിൻ കോട്ടേജ് ആണ്. അത്യാഡംബരങ്ങളുള്ള താമസ ഇടമാണത്. ഏതാണ്ട് 20,000 രൂപയ്ക്ക് മേൽ നൽകണം ഒരു രാത്രി ഇവിടെ താമസിക്കാൻ. ഇവിടുത്തെ പ്രാദേശിക ഭാഷയിൽ ഇൻഗാഗി എന്നാൽ ഗൊറില്ല എന്നാണ് അർത്ഥം. ഇംഗ്ലീഷിൽ ഇതിനെ ഗൊറില്ല പാർക്ക് വ്യൂ ലോഡ്ജ് എന്ന് പറയാം. വനത്തിലെ ഹണ്ടിംഗ് ലോഡ്ജിന്റെ തീമിലാണ് ഇവിടുത്തെ ഓരോ കോട്ടേജുകളും രൂപപ്പെടുത്തിയിരിക്കുന്നത്. കിസാങ്ക ഫാമിലി വില്ല സ്യൂട്ട് എന്നാണ് ഇതറിയപ്പെടുന്നത്. പീക്ക് സീസണിൽ 2 ലക്ഷത്തിലധികം ഇന്ത്യൻ രൂപ വരും ഈ ഫാമിലി വില്ലയുടെ ഒരു ദിവസത്തെ വാടക. എല്ലാ സംവിധാനങ്ങളുമുള്ള ഗംഭീര മുറികളാണ്. കട്ടിലും മറ്റു ഫർണിച്ചറുകളുമൊക്കെ കലാപരമായി തന്നെ ഒരുക്കി വെച്ചിരിക്കുന്നു. ഇവിടെ AC-യുടെ ആവശ്യമില്ല. നല്ല തണുപ്പുള്ള ഏരിയയാണ്. ഇവിടെ ഒരു ലോഞ്ച് ഏരിയയുണ്ട്. റൂം ചൂടാക്കാനുള്ള നെരിപ്പോട് ഒരു വശത്ത്. 2 ഭാഗങ്ങളാണ് ഫാമിലി വില്ല സ്വീറ്റിലുള്ളത്. രണ്ടിലും കൂടി നിരവധി മുറികൾ. 2 കുടുംബങ്ങൾക്ക് താമസിക്കാം. എല്ലാം നല്ല സ്പേഷ്യസ് ആണ്. ഈ മുറിയിലും ഒരു മൂലയിൽ നെരിപ്പോടുണ്ട്. കാരണം രാത്രി നല്ല തണുപ്പായിരിക്കും. അപ്പോൾ മുറി ചൂടാക്കേണ്ടി വരും. ഈ പകൽ നേരത്തു തന്നെ ഇവിടെ നല്ല തണുപ്പുണ്ട്. വിരുങ്ക പർവ്വത പ്രദേശത്ത് ഒരു കർഷക കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഹെർബർട്ട് ഗാറ്റോ എന്നയാളാണ് ഈ റിസോർട്ടിന്റെ സ്ഥാപകൻ. മുള ഇവിടെയെല്ലാം ധാരാളമായി വെച്ചുപിടിപ്പിച്ചിട്ടുണ്ട്. മൗണ്ടൻ ഗൊറില്ലകളുടെ ഇഷ്ടഭക്ഷണമാണ് മുള. അതിനെ പ്രതീകവൽക്കരിക്കാനാവും റിസോർട്ടുകളിലെല്ലാം ധാരാളം മുള വെച്ചു പിടിപ്പിച്ചിരിക്കുന്നത്. വിശാലമായ ഏരിയയിൽ പലയിടങ്ങളിലായി നിരവധി കോട്ടേജുകൾ. 7 തരം മുറികളാണ് ഇവിടെയുള്ളത്. ഇന്ത്യൻ രൂപയിൽ 40,000-ന് മുകളിലാണ് ഓരോ മുറിയുടെയും ഒരു രാത്രിയുടെ വാടക. 2 ലക്ഷത്തിനു മേലെ വാടകയുള്ള കോട്ടേജുകളുമുണ്ട്. ഇവിടെ യൂറോപ്യന്മാരും അമേരിക്കക്കാരുമാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. കാരണം അവർ ഈ രാജ്യത്തേക്ക് വലിയ തോതിൽ ഫണ്ട് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ട്രഡീഷണൽ ലൈഫ്, വന്യജീവികൾ എന്നിവയെക്കുറിച്ചൊക്കെ വളരെ ആശങ്കാകുലരാണ് സായിപ്പുമാർ. വംശഹത്യയ്ക്ക് ശേഷം അവരുടെയൊക്കെ സഹായത്തോടെ ഈ നാടിനുണ്ടായ പുരോഗതി നേരിട്ട് കണ്ടറിയാൻ അവർക്ക് താല്പര്യമുണ്ട്. അതിനാൽ അവർ വെക്കേഷൻ ചെലവിടാൻ ഇവിടേക്ക് വരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാർ വലിയ തോതിൽ കൈയയച്ച് സംഭാവന ചെയ്തിട്ടാണ് പല പ്രോജക്റ്റുകളും ഇത്തരം രാജ്യങ്ങളിൽ നടക്കുന്നത്. ഇൻഗാഗി പാർക്ക് വ്യൂ ലോഡ്ജിന്റെ റിസപ്ഷൻ ഏരിയയുടെ മുകൾ നിലയിലേക്ക് കയറി ചെല്ലുമ്പോൾ ഇവിടവും അതിമനോഹരമായ ഒരു വെയിറ്റിംഗ് ഏരിയയാണ്. ഇത് ബാർ കൂടിയാണ്. പകൽ ആരുമില്ലിവിടെ. വൈകുന്നേരമാണല്ലോ ആളുണ്ടാവുക. ഇവിടെ മിക്കവാറും എല്ലാ ഹോട്ടലുകൾക്കും ഒരു ഭാഗത്ത് ബാറുണ്ടാകും. ഗസ്റ്റുകൾ പകൽ നേരത്ത് കാഴ്ചകൾ കാണാനും മല കയറാനും ഗൊറില്ലകളെ കാണാനുമൊക്കെ പോയ ശേഷം വൈകുന്നേരം തിരിച്ചു വന്നിട്ട് 2 കഴിച്ച് ഇവിടെ അങ്ങനെയിരിക്കും. ഒരു ഭാഗത്തേക്ക് നോക്കുമ്പോൾ പറമ്പിൽ ഉരുളക്കിഴങ്ങിന്റെ വിളവെടുപ്പ് നടക്കുകയാണ്. അതിമനോഹരമാണ് നിർമ്മിതി. ടൂറിസ്റ്റുകൾ വൈകുന്നേരം വന്നിരുന്ന് പകൽ കണ്ട കാഴ്ചയുടെ കഥയൊക്കെ പറഞ്ഞിരിക്കുന്ന ലോഞ്ചുകൾ. നമുക്ക് കുറച്ചു ദിവസം താമസിക്കാൻ കൊതി തോന്നുന്ന ഒരു ആംബിയൻസ് ആണിവിടെ. അവരുടെ ബ്രോഷറും ഡീറ്റെയിൽസുമൊക്കെ എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് പുറത്തിറങ്ങി. ഇവരൊക്കെ വളരെ ഫ്രണ്ട്ലിയാണ്. നമ്മൾ വെറുതെ കയറി ചെന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ പോലും അവർക്ക് പ്രശ്നമില്ല. കൃഷിപ്പണി കഴിഞ്ഞു പോകുന്ന സ്ത്രീകളെ വഴിയിൽ പലയിടത്തും കാണാം. അങ്ങനെ പോകുമ്പോൾ ഒരു ഭാഗത്ത് കുറെ ചാക്കുകെട്ടുകൾ ചുമന്ന് ചിലർ വരുന്നു. അത് എന്താണെന്നറിയാൻ ഞാൻ വണ്ടി നിർത്തിയിറങ്ങി. ചാക്കുകളിൽ ഉരുളക്കിഴങ്ങാണ്. നേരത്തെ ലോഡ്ജിന്റെ മുകൾ നിലയിൽ നിന്ന് കണ്ടത് തന്നെയാണ് സംഗതി. ഇവിടെ ഉരുളക്കിഴങ്ങിന്റെ വിളവെടുപ്പ് നടക്കുന്ന സമയമാണിപ്പോൾ. അഗ്നിപർവ്വത മണ്ണിൽ വിളഞ്ഞ ഉരുളക്കിഴങ്ങ് അത്ര വലിപ്പമുള്ളവയല്ല. ഇത് നടാൻ വേണ്ടി കൂടിയാണ് കൊണ്ടുപോകുന്നതെന്ന് തോന്നുന്നു. ഇവരൊക്കെ ആ പാടത്തെ പണിക്കാരാണ്. അവരുടെ ഭൂമിയിലെ വിളയാകണമെന്നില്ല ഇത്. കർഷകരുടെ സഹകരണ സംഘങ്ങൾ ഇവിടെയുമുണ്ട്. ഇവരിൽ കൂലിപ്പണി ചെയ്യുന്നവരും സഹകരണ സംഘത്തിന്റെ ഭാഗമായി സ്വന്തം പറമ്പിൽ ജോലി ചെയ്യുന്നവരുമുണ്ട്. തൊട്ടടുത്ത് തന്നെ ഒരു പറമ്പിൽ ഉരുളക്കിഴങ്ങിന്റെ കൃഷി ഇറക്കുന്ന സമയമാണ്. ജൂണിൽ നട്ട് ഒക്ടോബറിൽ വിളവെടുക്കാനുള്ള കൃഷിയാണ്. ഇങ്ങനെയാണത് നടുന്നത്. കണ്ടം വെട്ടിയിട്ട് അതിൽ പല നിരകളിലായി ഉരുളക്കിഴങ്ങ് നിരത്തിവെക്കുന്നു.
തുടർന്ന് അതിനു മുകളിലേക്ക് വളം വിതറും. ഉരുളക്കിഴങ്ങ് വിത്ത് വെക്കുന്നത് ഇങ്ങനെയാണ്: അരയടി അകലത്തിൽ. അതിനു മുകളിലേക്കാണ് രാസവളം വിതറുന്നത്. അതിനുശേഷം കിഴങ്ങ് മണ്ണിട്ട് മൂടും. വളം വിതറിക്കഴിഞ്ഞ ഭാഗത്താണ് ഇവർ കിളച്ചു മൂടുന്നത്. അരയടി അകലത്തിൽ നടുന്ന ഉരുളക്കിഴങ്ങിന്റെ ഓരോ വിത്തും 10-15 ദിവസം കൊണ്ട് മുളച്ച് പടർന്നു വളരും. മണ്ണിന്റെ ഗുണമേന്മയനുസരിച്ച് 4 മുതൽ 6 മാസം വരെ എടുത്താണ് വിളവെടുപ്പിന് പാകമാവുക. ഒരു ചുവടിൽ നിന്ന് 1 മുതൽ 2.5 കിലോ വരെ കിഴങ്ങ് ലഭിക്കുകയും ചെയ്യും. അതാണ് ഉരുളക്കിഴങ്ങിന്റെ കൃഷി. ഇവിടെയെല്ലാം ഉരുളക്കിഴങ്ങ് കൃഷി നടക്കുന്ന പറമ്പുകളാണ്. കുറേയുണ്ട് അങ്ങോട്ട്. ആ പറമ്പുകളൊക്കെ പിന്നിട്ട് ഞാൻ സഞ്ചാരം തുടർന്നു. റുവാണ്ടയുടെ ഉൾനാടുകളിൽ നിന്നും കൂടുതൽ കാഴ്ചകൾ തേടിയുള്ള സഞ്ചാരം.